എൻ്റെ എല്ലാ റോളുകളും പോയാലും ഞാൻ ആക്ച്വലി ആരായിരിക്കും? ഇതേ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൻസർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഞാൻ ഇന്നയാളുടെ മകളാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാൻ ഫ്രണ്ടാണ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചെയ്യുകയാണെങ്കിൽ യെസ് ഐ എം എൻജിനീയറിങ്, ഐ എം എ ഡോക്ടർ, ഈ ലേബിളുകൾ അല്ലേ? ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ലേബിളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആവുകയാണെങ്കിൽ ഹൂ യു ആർ റിയലി? നിങ്ങൾ ആരാണ് ശരിക്കും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചിട്ട്? സോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ലേബിളുകളെല്ലാം ജസ്റ്റ് റോള് മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ ദ ട്രൂ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ദ ട്രൂ സെൽഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇറ്റ്സ് എ സിമ്പിൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണുന്നു എന്നുള്ള ക്ലാരിറ്റിയും, അതുപോലെ തന്നെ നമുക്കിത് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ഡിസൈഡിങ് എ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ലൈക്ക് മാരേജ് എന്നുള്ളൊരു ലൈഫിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ ദാറ്റ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നീ നല്ലൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളൊരു കുട്ടിയാണ്, അതല്ലെങ്കിൽ നീ നല്ലൊരു ടോപ്പ് സ്റ്റുഡൻ്റാണ്, അതല്ലെങ്കിൽ യു ആർ എ കെയറിങ് ബ്രദർ ഓർ സിസ്റ്റർ എന്നുള്ളത്. ഇത് ആക്ച്വലി പിന്നെ പോവുക നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് അത് എടുക്കും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു വൈഫായിട്ട് മാറിയേക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അതല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട്, എൻജിനീയറായിട്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ റോൾസ് എന്ന് പറയുന്നത് ഇത് ഓരോ റോളാണ്, അല്ലെങ്കിൽ ഓരോ ലേബിളാണ്. ഈ റോൾസ് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും ഓരോ ആളുകൾ തരുന്നതിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷേ ദ ട്രൂത്ത് ഈസ് നിങ്ങൾ എന്താണെന്നുള്ളത് കോർ സെൽഫായിരിക്കും അവിടെ ബാക്കിയാവുക എന്നുള്ളത്. ഇഫ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിള് പോയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, അല്ലെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ജോബ് നിങ്ങളിൽ നിന്ന് പോയാൽ, നിങ്ങൾ അത്രയും ആ ഒരു റോളിലേക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആണ് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോളുകളൊക്കെ പോയാൽ ഭയങ്കര മെൻ്റൽ ക്രൈസിസ് നേരിടാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യാനും മൂവ് ഓൺ ചെയ്യാനും എന്നുള്ളത് അല്ലേ? ഇത് കാരണം ക്രൈസിസ് നേരിടുന്ന ചിലപ്പോൾ നമ്മുടെ ജോബ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു മാരേജ് ലൈഫിൽ നിന്ന് ഡിവോഴ്സ് എന്നുള്ളൊരു രൂപത്തിലേക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഈ റോള് നമ്മളിൽ നിന്ന് എടുത്തു പോയാൽ ഇനി ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളൊരു ഭയങ്കര ഒരു ക്വസ്റ്റ്യനിലേക്ക് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറെ എടുക്കാം. ആ ടീച്ചർ തൻ്റെ ടീച്ചിങ് റോള് ആണ് തനിക്കെല്ലാം തരുന്നത് എന്നുള്ള രൂപത്തിൽ ആ റോളിലേക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ജോബ് അങ്ങ് ലോസ് ആവാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ലോസ് ആവുന്ന സമയത്ത് ആളാകെ ഭയങ്കര ഡെസ്പാവും. ഇനി എന്താ ചെയ്യുക എന്നുള്ള രൂപത്തിൽ അല്ലേ? മെൻ്റലി ഭയങ്കര ഇഷ്യൂസിലൂടെ പോവും. മെൻ്റലി ഇഷ്യൂസിലൂടെ പോയാൽ പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഡെയിലി ലൈഫിനെ കംപ്ലീറ്റ്ലി അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷെ ഇതിനപ്പുറം ആൾക്കൊരു ക്ലാരിറ്റി കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ ഞാൻ ടീച്ചറായിട്ട് നിന്നില്ലെങ്കിലും ആ ടീച്ചർക്ക് തനിക്ക് ഒരു ഗൈഡിങ് പവർ ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചിങ് പവർ ഉണ്ട്. ചിലപ്പോൾ ബാക്കിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ജസ്റ്റ് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ തൻ്റെ വീട്ടിലുള്ള മക്കളെ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ ഡീപ്പറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ കോർ എസെൻസ് ഓഫ് ദാറ്റ് ടീച്ചർ എന്നുള്ളതാണ് അല്ലേ?
ഇതേപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു മകൻ അല്ലെങ്കിൽ മകളും ആൾക്ക് ആൾ ഭയങ്കര ഫാമിലിയിൽ ഉത്തരവാദിത്തമുള്ള ഒരു മകനാണ്. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയിലെ ഓരോ മെമ്പറിൻ്റെ എസ്പെഷ്യലി പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അതിനനുസരിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇൻ ഹിസ് അതർ സൈഡ്, അയാളുടെ അതർ സൈഡ് എടുത്ത് അയാൾ ഡീപ്പ് ഇൻസൈഡ് ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് റൈറ്ററോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ സംഭവത്തെ ഫോക്കസ് ചെയ്യാണ്ട് ഈ ഒരു ലേബിളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നാൽ, ആ ഉത്തരവാദിത്തമുള്ള മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ളൊരു ലേബിളിൽ ഫോക്കസ് ചെയ്താൽ ആക്ച്വലി ഈസ് മിസ്സിങ് ദാറ്റ് ഹിസ് ക്രിയേറ്റീവ് പാർട്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കുള്ളിൽ തന്നെ ഒരു എംപ്റ്റിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്, ഞാനിത് ഇങ്ങനെ ആയിപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ആൾ പോകാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സോ ഇഫ് ഹീ ഈസ് റിയലൈസിങ് ഹിസ് കോർ എസെൻസ് ഇൻ ദാറ്റ് ക്രിയേറ്റീവ് സൈഡ്, ആൾക്ക് അതും അതിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ നൈസ് എന്നുള്ളതാണ് അല്ലേ. ഇതേപോലെ നമ്മൾ സെഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷനിലൂടെ അവരുടെ റോളുകളെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാം മറന്നിട്ട് ആ മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ട്രൂ എസെൻസിനെ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതൊക്കെ കാണാറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നേ വരെ ആ രീതിയിൽ ചിന്തിച്ച് നോക്കിയിട്ടില്ല, ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ തന്നെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേട്ടാൽ സിംപ്ലി ചിലപ്പോൾ ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് ആക്ച്വലി നമ്മുടെ ലൈഫിലും പുറത്ത് കാണിക്കുന്ന ഒരു ലൈഫിലും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻസ്, എസ്പെഷ്യലി മാരേജിലോട്ട് കടക്കുന്ന സമയത്ത് ആഫ്റ്റർ മാരേജ് ലൈഫിൽ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ദ ട്രൂ എസെൻസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ചലഞ്ചസിനെയും ഫേസ് ചെയ്യാനും വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. സോ ആക്ച്വലി നമുക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഈ ഒരു റോളിന് പകരം ഞാൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. 5 മിനിറ്റ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് എഴുതി നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ആൻസറാണ് കിട്ടുന്നത് എന്നുള്ളത് ഒരു ജേർണലിംഗ് പോലെ ഡെയിലി നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ലൈക്ക് ഇതുപോലെ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ ഒരു ഇത് അറിഞ്ഞ ആളുകളിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കത് മെഡിറ്റേഷൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. സോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ്സെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുവാണെങ്കിൽ 10 മിനിറ്റ്സെങ്കിലും ചെയ്യുക. എന്നിട്ട് മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. സോ ജസ്റ്റ് എന്താ പറയുക, ലിസൺ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ വോയിസിനെ ലിസൺ ചെയ്യുക, വാട്ട് ഈസ് ദ ആൻസർ എന്നുള്ളത്. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ അല്ലെങ്കിൽ ക്ലാരിറ്റിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ആയിരിക്കും നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇതും ഇത് കല്യാണമൊക്കെ തമ്മിൽ എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മാരേജിന് മുന്നേ നിങ്ങൾ ഈ ഒരു അവെയർനെസ്സിലൂടെ അല്ലെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തൊരു ക്ലാരിറ്റിയിലൂടെ നിങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലൂടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ചുറ്റുമുള്ള റിലേറ്റീവ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതേപോലെ ആ ഒരു ഫാമിലിയുടെ ലേബിൾ വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു ഒത്തൻറ്റിക് സെൽഫായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായാലാണ് നമ്മൾ അത്രയും ഹാപ്പിനെസ്സിലും അതുപോലെ ഇത് ചലഞ്ചസ് വരുവാണെങ്കിലും നമുക്ക് ആ ഒരു മെൻ്റൽ സ്ട്രോങ്നെസ്സിലൊക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്.
സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇത് ക്ലാരിറ്റി കംപ്ലീറ്റ് നിങ്ങളുടെ റോളിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ആരാണെന്നുള്ളൊരു ക്ലാരിറ്റിയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ, ഈ മാരേജ് ലൈഫിലോട്ട് പോകുന്നതെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് ഒരു സത്യസന്ധത പുലർത്താനും, നിങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ, നിങ്ങൾ റെസ്പെക്റ്റ്ഫുള്ളി എവിടെ നോ പറയണം, എവിടെ എസ് പറയണം, നിങ്ങളെ നീഡ്സ് എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ക്ലാരിറ്റിയോട് കൂടെ ക്ലിയർലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഐഡൻറ്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് മീ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ. ഹൂ യു ആർ ബിയോണ്ട് റോൾസ്? അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കിട്ടിയത് എന്നുള്ള ഒരു 1 വേർഡിലോ അല്ലെങ്കിൽ കുറച്ച് ലൈൻസിലോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യുക. ആൻഡ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇതുപോലത്തെ ക്ലാരിറ്റി കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും നെക്സ്റ്റ് വീക്കിലോട്ട് വരാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും മാരേജിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സോസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങളുടെ റോൾസ് ഏതും ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ബട്ട് നിങ്ങളുടെ ആ ഒരു കോർ എസെൻസ് ആയിരിക്കും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത്. സോ discover it, live it, and let it guide you. Thank you.